പച്ചക്കറി മാർക്കറ്റ് ഇരുനില കെട്ടിടമല്ല. ഇവര് കാണിച്ചത് ജയന്തി ബിൽഡിങ്ങും ഇന്ദിരാ ബിൽഡിങ്ങും പാളയം ബസ് സ്റ്റാൻഡിലെ മറ്റൊരു ബിൽഡിങ്ങും കൂടെ, അതാണ് കാലിക്കറ്റ് NIT അൺബീറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ശക്തമായിട്ടുള്ള സമരമായിട്ട് എന്ത് ത്യാഗം സഹിച്ചാൽ അത് ജീവൻ കൊടുത്താലും ശരി തൊഴിലാളികൾ അതിന്റെ മുമ്പിലുണ്ട് എന്ന് ഞങ്ങളൊപ്പം ഉണ്ട്. ഈ കോഴിക്കോട് നഗരത്തിന്റെ പൈതൃകം എന്ന നിലയിൽ അത് നിലനിർത്താൻ പറ്റുന്നതാണ്. അതൊരുപാട് പ്ലാനിങ് ഉണ്ട് ഞങ്ങൾക്ക്. പാവപ്പെട്ട തൊഴിലാളികളെയും കച്ചവടക്കാരെയും ഇവര് ശരിക്കും കാണുന്നില്ല. അവരിപ്പോ തൊഴിലാളി പാർട്ടിയല്ല, അവര് വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് അവരുടെ എല്ലാ നേതാക്കളും. നമസ്കാരം. കോഴിക്കോട് കോർപ്പറേഷനെതിരെ വ്യാപക പ്രതിഷേധവുമായി വ്യാപാരികളും തൊഴിലാളികളും. കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിലുള്ള വ്യാപാരികളും തൊഴിലാളികളുമാണ് തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള കോർപ്പറേഷന്റെ നീക്കത്തിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധവുമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണയടക്കമുള്ള സമര പരിപാടികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നൂറുകണക്കിന് വ്യാപാരികളും തൊഴിലാളികളുമാണ് ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അടുത്ത് ലഭിച്ച NIT പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ പാളയം പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരികളിൽ നിന്ന് വാടക സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു. ഇത് തങ്ങളെ അവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള കുടില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് വ്യാപാരികളും തൊഴിലാളികളും ആരോപിക്കുന്നത്. അതിനെതിരായിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിലേക്ക് വ്യാപാരികളും തൊഴിലാളികളും അഴിച്ചുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് സമരസമിതിയുടെ ജനറൽ ചെയർമാനായിട്ടുള്ള അബ്ദു നമ്മളോട് സംസാരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ സമരം നടത്തുകയാണല്ലേ, ഇപ്പം എന്താണ് ഇപ്പൊ അതിലേക്ക് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം? ഇപ്പോൾ പുതിയതായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ എടുത്ത നിലപാട് കാലിക്കറ്റ് NIT ഒരു അൺബീറ്റ് കൊടുത്തിരുന്നു. അതിന്റെ പേരിൽ വാടക സ്വീകരിക്കാൻ പറ്റൂല, ലൈസൻസ് പുതുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് അവർ മുമ്പോട്ട് വന്നത്. ഇവിടെ കോഴിക്കോട് നഗരത്തിൽ 16ഓളം അൺബീറ്റുള്ള ഒരു സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, കെട്ടിടങ്ങളുണ്ട്. പാളയം പച്ചക്കറി മാർക്കറ്റ് ഇരുനില കെട്ടിടമല്ല. ഇവര് കാണിച്ചത് ജയന്തി ബിൽഡിങ്ങും ഇന്ദിരാ ബിൽഡിങ്ങും പാളയം ബസ് സ്റ്റാൻഡിലെ മറ്റൊരു ബിൽഡിങ്ങും കൂടെ, അതാണ് കാലിക്കറ്റ് NIT അൺബീറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇത് എന്തോ ഒരു ദുരുദ്ദേശം ഇതിന്റെ അകത്തുണ്ട്. പാളയം മാർക്കറ്റിൽ ഉൾപ്പെടാത്ത കെട്ടിടങ്ങളെ കാണിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ശക്തമായിട്ടുള്ള സമരമായിട്ട് എന്ത് ത്യാഗം സഹിച്ചാൽ അത് ജീവൻ കൊടുത്താലും ശരി തൊഴിലാളികൾ അതിന്റെ മുമ്പിലുണ്ട് എന്ന് ഞങ്ങളൊപ്പം ഉണ്ട്. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ കരുത്ത്. ഞങ്ങൾ അതിനെന്ന് ശക്തമായിട്ട് ഇവരെ കൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുണ്ട്. സെൻട്രൽ മാർക്കറ്റിന് 50 കോടി റുപ്യ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 കോടി റുപ്യ കോഴിക്കോട് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. 55 കോടി റുപ്യ സെൻട്രൽ മാർക്കറ്റ് പുതുക്കി പണിയാൻ ഇവര് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മള് പാളയം പച്ചക്കറി മാർക്കറ്റും അതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ കെട്ടിടങ്ങളൊക്കെ തന്നെ ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമർപ്പിച്ചാൽ, കേരള ഗവൺമെന്റിനെ സമർപ്പിച്ചാൽ അതെന്തായാലും ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഇതിവിടെ ഈ കോഴിക്കോട് നഗരത്തിന്റെ പൈതൃകം എന്ന നിലയിൽ അത് നിലനിർത്താൻ പറ്റുന്നതാണ്. അതൊരുപാട് പ്ലാനിങ് ഉണ്ട് ഞങ്ങൾക്ക്. ഇവര് ഞങ്ങളെ വിളിക്കട്ടെ, ഞങ്ങൾ അത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. നിങ്ങൾ വിളിക്കുന്നില്ല എന്നുള്ളതാണല്ലോ അവര് വിളിക്കുന്നത്. അവര് പറയുന്നത് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണം, വേറെ ഒരു അജണ്ട അവരെ ഭാഗത്തില്ല. അപ്പൊ ഇതിലെന്തോ അവർക്ക് അവിടെ തന്നെ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷൻ അവിടെ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കല്ലുത്താങ്കട പറഞ്ഞ കണ്ടൽക്കാടാണ്, CR സെറ്റ് പെട്ട സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു ഹൈക്കോടതി വരെ വിലയിരുത്തിയിട്ട്, കമ്മീഷൻ വരെ വിലയിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ മറവെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അത് DOT അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു സ്ഥാപനമാണ്. ഇവിടെ അതുപോലെ ഞങ്ങൾ ഒഴിപ്പിച്ച് ഈ കണ്ണായ സ്ഥലം പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാനുള്ള ഒരു വ്യാഗ്രത അവരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ നിലപാടായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ പാവപ്പെട്ട തൊഴിലാളികളെയും കച്ചവടക്കാരെയും ഇവര് ശരിക്കും കാണുന്നില്ല. അത് കണ്ടിട്ടുണ്ടെങ്കിൽ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിവിടെ നിലനിർത്തുമെന്നുള്ളതാണ്. അതെ, തൊഴിലാളികൾ പാർട്ടിയാ. അവരിപ്പോ തൊഴിലാളി പാർട്ടിയല്ല, അവര് വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് അവരുടെ എല്ലാ നേതാക്കളും. ഓരോ നേതാക്കളെ നമുക്ക് പറ്റി നോക്കി വിലയിരുത്താൻ പറ്റും. പേര് പറയുന്നില്ലേ, ഇവിടെ സാധാരണ ഒരു വിപ്ലവം പറഞ്ഞു അത് മതമല്ല എരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യത്തിന്റെ നേതൃത്വം നൽകിയ അണികളാണ് ഇപ്പൊ നേതാക്കന്മാർ. ഇവരെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഈ കച്ചവടക്കാരെ അന്നന്ന് എന്തെങ്കിലും കിട്ടി അവരുടെ കുടുംബം സംരക്ഷിക്കുന്ന ആ കുടുംബത്തെ ഇവർ കാണുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത്. തൊഴിലാളി
തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത്. LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം നടത്തുന്നത്. എന്നാൽ അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ ഇപ്പോൾ ഈ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും എരിയുന്ന വയറ്റ് തടിക്കാനല്ലേ മുതിരുന്നതെന്ന ചോദ്യമാണ് ഇവിടെയുള്ള വ്യാപാരികളും തൊഴിലാളികളും ഉന്നയിക്കുന്നത്. എന്തു തന്നെയായാലും കോഴിക്കോട് കോർപ്പറേഷൻ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നവരെ തങ്ങൾ ഒരടി പോലും പുറകോട്ട് പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് വ്യാപാരികളും തൊഴിലാളികളും.